മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ആഹ്വാനം നൽകിയ ആർഎസ്എസ് നേതാവ് കുന്ദൻ ചന്ദ്രാവതിനെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശ് സർക്കാർ ചന്ദ്രാവതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും സർക്കാരിന് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആർഎസ്എസ് നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടത് ഒരു കുറ്റകൃത്യമാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം നൽകിയ ആർഎസ്എസ് നേതാവിനെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് സർക്കാർ തയ്യാറാകുന്നില്ല. കലാപത്തിനുള്ള ആഹ്വാനമാണ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയത്. ബജറ്റ് ചോർന്നുവെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ തയ്യാറാക്കിയ കുറിപ്പ് നേരത്തെ നൽകിയതാണ് പ്രശ്നമായത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വഴങ്ങില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കണക്കിലെടുത്തായിരിക്കും മദ്യനയത്തിൽ തീരുമാനം കൈക്കൊള്ളുക. ഇക്കാര്യത്തിൽ ഈ മാസം തന്നെ LDF-ൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ സമാധാനമാണ് CPM ആഗ്രഹിക്കുന്നത്. പാർട്ടി തുടരും. ഇതിനായി വിവിധ തട്ടുകളിൽ യോഗങ്ങൾ ചേർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF വിപുലീകരണം ഇപ്പോൾ അജണ്ടയിലില്ല. RSP UDF-ൽ നിൽക്കേണ്ടവരല്ലെന്നും MP വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്തെ മിത്രമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ 1 കോടി രൂപ ഇനാം വാഗ്ദാനം ചെയ്ത ആർഎസ്എസ് നേതാവ് കുന്ദൻ ചന്ദ്രാവതിനെതിരെ ഉജ്ജയിൻ പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിവാദ പ്രസ്താവനയുടെ പേരിൽ കുന്ദൻ ചന്ദ്രാവതിനെ RSS-ൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. വിജയനെതിരെ കൊലവിളി പ്രസംഗം നടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ കേസെടുക്കാൻ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാർ കൂട്ടാക്കിയിരുന്നില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കുന്ദൻ ചന്ദ്രാവത്തിനെ RSS-ൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും ജാമ്യം ലഭിക്കുന്ന നിസ്സാര വകുപ്പുകൾ ചേർത്ത്. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കേസെടുത്തതെന്ന് ഉജ്ജയിൻ SP MS വർമ്മ പറഞ്ഞു. കുന്ദൻ ചന്ദ്രാവത്തിന്റെ പ്രസംഗം ദേശീയ തലത്തിൽ RSS-ന് വലിയ ക്ഷീണമായിരുന്നു. ഇതാണ് ഇയാളെ പുറത്താക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനയിൽ ആദ്യം ഉറച്ചുനിന്ന കുന്ദൻ ചന്ദ്രാവത്ത് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ രൂക്ഷമായതോടെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുന്നതായി പ്രസ്താവന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പിണറായി വിജയനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ RSS നേതാവിനെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് പരിഹാസ്യമായ നടപടിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഗോഡ്സെ RSS-കാരനല്ല എന്ന് പറഞ്ഞതിന് സമാനമാണ് കുന്ദൻ ചന്ദ്രാവതിനെ ഇപ്പോൾ RSS-ൽ നിന്നും പുറത്താക്കിയ നടപടിയെന്നും യെച്ചൂരി പ്രതികരിച്ചു. This is nothing else but an old play. Violence and terror is the only methodology that the RSS knows to continue in their politics, and that is what they are doing. And if they think that through this violence and terror they can intimidate parties like the CPIM, they are mistaken. That is all that I can tell them. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘം വിപുലീകരിച്ചു. സുരക്ഷാ സംഘത്തിൽ 4 കമാൻഡോകളെ കൂടി ഉൾപ്പെടുത്തി. നിരന്തരമായി അദ്ദേഹത്തിന് RSS-ൽ നിന്ന് വധഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ശുപാർശ നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അതീവ സുരക്ഷാ കാറ്റഗറിയിൽപ്പെട്ടയാളാണ് പിണറായി വിജയൻ. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും സുരക്ഷ വർദ്ധിപ്പിക്കും. ആലപ്പുഴ ആലിശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. വലിയകുളം തൈപ്പറമ്പ് നൌഷാദിന്റെ മകൻ മുഹസിനാണ് കൊല്ലപ്പെട്ടത്. ആലിശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ രാത്രി അമ്പലപ്പറമ്പിലുണ്ടായ സംഘർഷത്തിനിടെയാണ് കുത്തേറ്റത്. കൊലപാതകത്തിന് പിന്നിൽ RSS-കാരാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ശ്രീപാദം ITC-യിലെ വിദ്യാർത്ഥിയും ഡിവൈഎഫ്ഐ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു മുഹസിൻ. പ്രദേശത്ത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PA സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സംസ്കാരം നാളെ എപ്പോഴാണ് നടക്കുക? ആരൊക്കെയാണ് ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്? കൂടുതൽ വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ, കൈരളി TV ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. പുന്നപ്പുറയിലെ വീട്ടിൽ ഏതാണ്ട്
6 മണിയോടെയാണ് മുഖ്യമന്ത്രി എത്തി ആദരാഞ്ജലി അർപ്പിച്ചത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം ഏറെ നേരം വീട്ടിൽ ചിലവഴിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. മന്ത്രിമാരായ തോമസ് ഐസക്, ജി സുധാകരൻ, പി തിലോത്തമൻ തുടങ്ങിയവരും പുന്നപ്രയിലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൈരളി ടിവിക്ക് വേണ്ടി ചെയർമാൻ പത്മശ്രീ ഭാരത് മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ വി കെ മുഹമ്മദ് അഷറഫ്, അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ തുടങ്ങിയവരും, സീനിയർ ഡയറക്ടർ ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ എം വെങ്കട്ടരാം, സെക്രട്ടറി കെ പി സുകുമാരൻ നായർ തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു. കൈരളി ടി വി ജീവനക്കാർക്ക് വേണ്ടി കൈരളി മീഡിയ ക്ലബ് ഭാരവാഹികളും റീത്ത് സമർപ്പിച്ചു. ഒപ്പം ഔഷധി ചെയർമാൻ കെ ആർ വിശ്വംഭരൻ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകർ പ്രസാദ്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ രവീന്ദ്രനാഥ്, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയ തുടങ്ങി ഒട്ടേറെ പേരാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞത് മുതൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KSEB ജീവനക്കാർ, ഒപ്പം KSEBിലെ മുൻ ജീവനക്കാരും മുൻ KSEB ചെയർമാൻ കൂടിയായ സിദ്ധാർത്ഥ മേനോന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ ഒട്ടേറെ പേരാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ 3 മണിക്കാണ് വീട്ടുവളപ്പിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. PA സിദ്ധാർത്ഥ മേനോന് അന്ത്യാഞ്ജലി അർപ്പിച്ച നിരവധി പ്രമുഖർ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന വീട്ടിൽ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. നാളെ വൈകിട്ട് 3-നാണ് സംസ്കാരം നടക്കുക. വിവരങ്ങളാണ് സാലിം മുഹമ്മദ് പങ്കുവച്ചത്. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. സിദ്ധാർത്ഥ മേനോന്റെ നിര്യാണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും കാർഷിക വളർച്ചയ്ക്കും സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു സിദ്ധാർത്ഥ മേനോനെന്ന് കോടിയേരി പറഞ്ഞു. കൈരളി ടിവിയുടെ വളർച്ചയ്ക്ക് നിസ്തുല സംഭാവനയാണ് അദ്ദേഹം നൽകിയതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. നിര്യാണത്തിൽ കൈരളി TV സ്ഥാപക ഡയറക്ടറും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷററുമായ PV അബ്ദുൽ വഹാബും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൺസോർഷ്യം സംഭരിച്ച അരി വിപണിയിലെത്തി. ബംഗാളിൽ നിന്നെത്തിച്ച 800 മെട്രിക് ടൺ അരിയാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 1700 മെട്രിക് ടൺ അരി കൂടി മാർച്ച് 10-നകം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുത്ത 500 പ്രാഥമിക സംഘങ്ങളുടെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയും തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകളിലൂടെയും തിങ്കളാഴ്ച മുതൽ അരി വിതരണം ആരംഭിക്കും. 14 ജില്ലകളിലായി 500 കേന്ദ്രങ്ങൾ വഴിയാണ് അരി വിതരണം ചെയ്യുക. അരി വിതരണത്തിനുള്ള സംഘങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ആദിവാസി മത്സ്യത്തൊഴിലാളി മേഖലകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതാണ്ട് ഒരു 500 സംഘങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നടത്താൻ ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള 500 സംഘങ്ങളെ കേരളത്തിൽ. ആ 500 സംഘങ്ങളെ സെലക്ട് ചെയ്ത് 6-ന് ആരംഭിച്ച് 10-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുന്ന മട്ടിൽ 500 സംഘങ്ങളിലൂടെയും 25 രൂപ ക്രമത്തിന് അരി വിതരണം ആരംഭിക്കും. തെരഞ്ഞെടുക്കുന്ന ഓരോ സംഘങ്ങളിലും തിങ്കളാഴ്ചക്കകം 1.5 മെട്രിക് ടൺ വീതവും മാർച്ച് 10-നകം 3.5 മെട്രിക് ടൺ അരി വീതവും നൽകും. അരിയുടെ വിപണി വില നിയന്ത്രണ വിധേയമാകുന്നതുവരെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കിലോയ്ക്ക് 27 രൂപ വില വരുന്ന അരി 2 രൂപ നഷ്ടം സഹിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ 25 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് തുടക്കത്തിൽ 5 കിലോയും തുടർന്നുള്ള ആഴ്ചകളിൽ 10 കിലോ അരിയും വീതവും നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം ഏണിക്കരയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് പകർത്തിയതായി മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി. അഭിഭാഷകന് കൈമാറിയ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉള്ളതെന്നും സുനി മൊഴി നൽകി. സുനി മാത്രമാണ് നടിക്കെതിരെ ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം സുനിയുടെ അഭിഭാഷകൻ നിരസിച്ചു. സുനിയുടെയും വിജേഷിന്റെയും കസ്റ്റഡി കാലാവധി 5 ദിവസത്തേക്ക് കൂടി നീട്ടി. നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി സുനിൽകുമാർ ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് മറ്റൊരു ഫോണിലേക്ക് പകർത്തിയെന്നും
ഈ ഫോണാണ് അഭിഭാഷകൻ കൈമാറിയിരുന്നത് എന്നുമാണ് സുനിയുടെ മൊഴി. നേരത്തെ സുനിയുടെ അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടതായി പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ പരിശോധനയിൽ മെമ്മറി കാർഡുകൾ ഉൾപ്പെടെ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകളിലേക്കും മെമ്മറി കാർഡുകളിലേക്കും സുനി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാണ്. എന്നാൽ കോയമ്പത്തൂരിൽ നിന്നടക്കം പിടിച്ചെടുത്ത 12 വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നെങ്കിലേ ദൃശ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന് വ്യക്തത കൈവരികയുള്ളൂ. അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണും വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സുനി, വിജീഷ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കുമെന്നിരിക്കെ മറ്റെവിടെയൊക്കെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്, സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളറിയാൻ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. സുനി മാത്രമാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 12 പ്രതികൾ. പെൺകുട്ടിയുടെ പ്രായം തിരുത്തിയ വയനാട്ടിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെയും പോലീസ് കേസെടുത്തു. 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച് പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതി വിദ്യാസമ്പന്നനും സാമൂഹ്യമായി സ്വാധീനമുള്ളയാളുമായതിനാൽ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം കേസിൽ 10 പേരെ ഉൾപ്പെടുത്തി പ്രതിപട്ടിക തയ്യാറായി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള പോക്സോ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിപട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടിയെ പീഡിപ്പിച്ച വൈദികൻ റോബിൻ വടക്കാഞ്ചേരി, സഹായിച്ച തങ്കമ്മ, ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ടെസ്സി ജോസ്, പീഡിയാട്രീഷ്യൻ ഹൈദർ അലി എന്നിവർ പ്രതിപട്ടികയിലുണ്ട്. ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരി സിസ്റ്റർ ഒഫീലിയയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് CI സുനിൽകുമാർ അടങ്ങുന്ന സംഘം വൈത്തിരിയിലെത്തിയെങ്കിലും അസുഖം കാരണം സിസ്റ്റർ അവധിയിലാണെന്നാണ് അധികൃതർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റർ ഒഫീലിയ ഒളിവിലാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകം, കമ്മീഷൻ അംഗം ഡോക്ടർ ബെറ്റി ജോസഫ് എന്നിവർക്കെതിരെ CWC റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം സാമൂഹ്യക്ഷേമ വകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി KK ശൈലജയും അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംഭവത്തിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ബാലാവകാശ കമ്മീഷന് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. കുഞ്ഞിനെ കടത്തിയ കന്യാസ്ത്രീകൾ ലിസ് മെരിയ, അനീറ്റ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്യും. നവജാത ശിശുവിന്റെയും റോബിൻ വടക്കാഞ്ചേരിയുടെയും രക്തസാമ്പിളുകൾ സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയിൽ DNA ടെസ്റ്റിനായി അയച്ചു കഴിഞ്ഞു. കേസന്വേഷണത്തിന്റെ ഇത്തരം സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കുറ്റവാളികളിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കന്യാസ്ത്രീകളും എന്നതിനാൽ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതിനാലാണ് അറസ്റ്റ് നീണ്ടുപോകുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നാസിക്കിലെ സൈനിക ക്യാമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സൈനികൻ റോയി മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം 1 മണിക്കൂറോളം ട്രോളിയിൽ അനാഥമായി കിടത്തി. മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ബന്ധുക്കളുടെ ആവശ്യം തർക്കങ്ങൾക്കൊടുവിലാണ് സൈനികർ അംഗീകരിച്ചത്. രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച റോയ് മാത്യുവിന്റെ മൃതദേഹം ആ സമയം ആംബുലൻസിൽ കയറ്റാൻ പോലും സൈന്യം തയ്യാറായില്ല. 1 മണിക്കൂറോളം മൃതദേഹം അനാഥമായി ട്രോളിയിൽ കിടന്നു. മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചതും വളരെ വൈകിയാണ്. മൃതദേഹത്തോടുള്ള അനാദരവിനെതിരെ റോയ് മാത്യുവിന്റെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. 14 വർഷമായി രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു സൈനികനോട് കാണിക്കേണ്ട എല്ലാ ആദരവും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഞങ്ങൾക്ക് ഇപ്പോഴും ആ ദുഃഖം നിലനിൽക്കുകയാണെന്ന് തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഓഫീസർ പോലും ഈ ബോഡി റിസീവ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടില്ല. അതാണ് ഇവിടുത്തെ കാഴ്ച. മരണത്തിൽ ദുരൂഹതയുള്ള സാഹചര്യത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും നാസിക്കിലെ ഉന്നതോദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ മൃതദേഹം വിട്ടുനൽകാനാകില്ലെന്നായിരുന്നു സൈനികരുടെ നിലപാട്. പിന്നീട് ബന്ധുക്കളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിനിടെ വഴിയിൽ വെച്ച് സൈനികർ ആംബുലൻസ് തടഞ്ഞത് വീണ്ടും തർക്കത്തിനിടയാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് മോർച്ചറിയിലെത്തിച്ച മൃതദേഹം കൊല്ലം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഉച്ചയോടെയാണ് മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാസിക്കിൽ മരിച്ച സൈനികൻ കൊല്ലം പവിത്രേശ്വരം സ്വദേശി റോയി മാത്യുവിന്റെ മൃതശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച റോയിയുടെ ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. അതേസമയം സൈനികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കാരുവേലിൽ സെന്റ് പോൾ മലങ്കര കാത്തോലിക്ക സിറിയൻ പള്ളി സെമിത്തേരിയിൽ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പവിത്രേശ്വരം ഗവൺമെന്റ് സ്കൂളിലും റോയ് മാത്യുവിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു.
വ്യാഴാഴ്ചയാണ് റോയ് മാത്യു മരിച്ച വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. മേലുദ്യോഗസ്ഥനെതിരെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ റോയ് മാത്യു ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കരസേനയുടെ ഔദ്യോഗിക വിശദീകരണം. മേലുദ്യോഗസ്ഥനെതിരെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ റോയ് മാത്യു ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കരസേനയുടെ ഔദ്യോഗിക വിശദീകരണം. ഇത് റോയ് മാത്യുവിന്റെ വീട്ടുകാർ തള്ളിയിരുന്നു. അതേസമയം ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണത്തിനായി നാസിക്കിലേക്ക് തിരിച്ചു. സൈനികനെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൺ കുളത്തിലെ വെള്ളം ഉപയോഗിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കൊല്ലം പത്തനാപുരം വെള്ളംതെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും പറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനും വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുടിച്ചിട്ട് അത് ഓര് കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പിറവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ, വാട്ടർ അതോറിറ്റി എല്ലാം കൂടി ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കാമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കാമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം.